മുരിപ്പയിലെ ദേവസ്യക്കുട്ടിയുടെയും ദീനാമ്മയുടെയും വലിയൊരാഗ്രഹമായിരുന്നു തങ്ങൾക്ക് നല്ലൊരു വീട് വേണമെന്നുള്ളത്. മകൻ പഠിച്ച് സൗദി അറേബ്യയിലേക്ക് പോയപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം നാട്ടിലെല്ലാവർക്കും നല്ല വീടുണ്ട്. എന്നാൽ ദേവസ്യക്കുട്ടിയുടെ വീട് മാത്രം ഒരു കുഞ്ഞു വീടാണ്. കൃഷിപ്പണി ചെയ്താണ് 4 മക്കളെ വളർത്തിയത്. മൂത്തതും 3 പെൺമക്കളാണ്. കൃഷിപ്പണി ചെയ്ത് ദീനാമ്മയും ദേവസ്യാക്കുട്ടിയും കൃഷിപ്പണി ചെയ്താണ് ഈ മക്കളെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ. പഠിപ്പിച്ച് അവരെ 3 പേരെയും അവർ വിവാഹം കഴിപ്പിച്ചു വിട്ടു. അവർക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ കഴിയുന്നു. എന്നാൽ മറ്റുള്ളവരുടെ പുരയിടങ്ങളിലും ഒക്കെ കൃഷിപ്പണി ചെയ്താണ് ദേവസ്യക്കുട്ടിയും ദീനാമ്മയും മകനെ പഠിപ്പിച്ചത്. ഇളയ മകനാണ് തോമസ് കുട്ടി. തോമസ് കുട്ടിയിൽ നിന്ന് തങ്ങൾക്ക് ഒരു നല്ല കാലമുണ്ടാകുമെന്ന് അവർ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് മകനെ പഠിപ്പിച്ച് വിദേശത്തേക്ക് വിട്ടത്. തോമസ് കുട്ടി സൗദി അറേബ്യയിൽ ചെന്നു, നല്ല ജോലിയും കിട്ടി. അപ്പോൾ ഈ ദേവസ്യക്കുട്ടിയും ദീനാമ്മയും വളരെ സന്തോഷിച്ചു. തങ്ങളുടെ മകന് നല്ലൊരു ജോലി കിട്ടിയില്ലോ, ഇനിയും കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കിപ്പോക്കാകുമല്ലോ, തങ്ങളുടെ ആഗ്രഹം നടക്കുമല്ലോ. തന്നെയല്ല, ആകെപ്പാടെയുള്ള 10 സെൻറ്റാണ്. ആ 10 സെൻറ്റ് പണയപ്പെടുത്തിയിട്ടാണ് ഈ തോമസ് കുട്ടി ഗൾഫിലേക്ക് പോയത്. അപ്പോൾ ഇനി അത് കടം വീട്ടിയൊക്കെ എടുക്കണം. തന്നെയല്ല, അത് കഴിഞ്ഞിട്ട് വേണം ഒരു 10 സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും വാങ്ങിച്ച് വഴിയറമ്പിൽ വാങ്ങിച്ചിട്ട് അതിനകത്ത് നല്ലൊരു വീട് വെക്കണം എന്നുള്ള അങ്ങനെയുള്ള മോഹങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. തോമസ് കുട്ടി ഗൾഫിൽ ചെന്ന് പൈസ എല്ലാ മാസവും കുറേശ്ശെ അയച്ചു. അങ്ങനെ പോകുവാൻ വേണ്ടി പണയപ്പെടുത്തിയ വീടൊക്കെയും അത് പണയത്തിൽ നിന്ന് അത് എടുത്തു. കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കിപ്പോക്കായി. അങ്ങനെ തോമസ് കുട്ടി മാസത്തിൽ ഒരു പ്രാവശ്യം അപ്പനെയും അമ്മയും വിളിക്കും. അപ്പോൾ അന്ന് അവിടുന്ന് അങ്ങനെ വിളിക്കുവാനുള്ള സൗകര്യമില്ല. കാരണം ആ തോമസ് കുട്ടി ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് എപ്പോഴും ഫോൺ വിളിക്കാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. മാസത്തിലൊരിക്കൽ മാത്രമേ വിളിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് അപ്പച്ചനോടും അമ്മച്ചനും പറഞ്ഞു, ഞാൻ വേറൊരു സ്ഥലത്ത് ജോലി നോക്കുന്നുണ്ട്, അവിടെ കിട്ടുകയാണെങ്കിൽ എനിക്ക് അപ്പച്ചനും അമ്മച്ചയും ദിവസം വിളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ മാസവും വിളിച്ചു. എന്നാൽ വർഷത്തിലൊരിക്കൽ ഈ തോമസ് കുട്ടി നാട്ടിൽ മടങ്ങി വരികയും ചെയ്യും. നാട്ടിൽ മടങ്ങി വന്ന് പോകുമ്പോൾ ഈ അപ്പനും അമ്മയും പറയും, മോനെ നിനക്ക് പ്രായമായി വരുന്നു, ഒരു വിവാഹം കഴിക്കണം. അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവനോട് എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട്. തന്നെയല്ല, ഒരു 10 സെൻറ്റ് സ്ഥലം നീ വാങ്ങിക്കണം, വാങ്ങിച്ചിട്ട് നമുക്കൊരു വീട് വെക്കണം. അപ്പം തോമസ് കുട്ടി പറഞ്ഞു, അപ്പച്ചാ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നമുക്ക് വസ്തു വാങ്ങിക്കാം, പിന്നെ നമുക്ക് എന്നാൽ 2 വർഷം നമുക്കൊരു വീട് വെക്കാമെന്ന് പറഞ്ഞു. പിറ്റേ പ്രാവശ്യം തോമസ് കുട്ടി വന്നപ്പോൾ അവരുടെ ആ പഴയ വീടിനടുത്ത് തന്നെ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് തോമസ് കുട്ടി വീണ്ടും ഗൾഫിലേക്ക് മടങ്ങിപ്പോയത്. ഇതിനിടയ്ക്ക് സൗദി അറേബ്യയിൽ തന്നെ ഹോസ്പിറ്റൽ ജോലിയുള്ള മോളമ്മയുമായിട്ട് തോമസ് കുട്ടി പരിചയപ്പെട്ടു. ആ പരിചയം വളർന്നു. അവിടെ അവർ തീരുമാനിച്ചു തങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ആ വിവാഹം അവിടെ വെച്ച് തന്നെ നടത്തുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് പള്ളിയിൽ വെച്ച് അത് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ വളരെ സന്തോഷമായിട്ട് പോവുക കുടുംബം. ഇതിനിടയിൽ അവർക്ക് 2 മക്കളുണ്ടായി. അങ്ങനെ നല്ല ഒരു സന്തോഷത്തിൻ്റെ ഒരു കുടുംബം. അപ്പം തോമസ് കുട്ടി ഈ മോളമ്മയും ആണ്ടിൽ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയൊക്കെ പ്രായമായി കഴിഞ്ഞു. അപ്പം പറഞ്ഞു, ഇനി അപ്പച്ചൻ്റെ ഒരു ആഗ്രഹം നല്ലൊരു വീട് വെക്കണമെന്ന്. അതിനുള്ള കാര്യങ്ങളൊക്കെ ആക്കി കഴിക്കാം, അതിനുള്ള കാശൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ നല്ലൊരു കോൺട്രാക്ടറെ കണ്ടിട്ട് ആ വീട് പണിയാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്ക്, ഞങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഉടനെ അതിനുള്ള പൈസ അയച്ചു തരാം, പണമൊക്കെ അയച്ചു തരാം. പണത്തിനെക്കുറിച്ച് അപ്പച്ചൻ യാതൊന്നും പ്രയാസപ്പെടേണ്ട, എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പച്ചന് ഇഷ്ടമുള്ള രീതിയിൽ കൂടി അപ്പച്ചൻ്റെ പ്ലാൻ അനുസരിച്ച് നല്ലൊരു വീട് വെക്കണം. ആ വീട് വെച്ച് കഴിഞ്ഞിട്ടേ ഞങ്ങളിങ്ങോട്ട് വരും. വീട് വെച്ച് കഴിഞ്ഞ് വീടിൻ്റെ കയറി താമസത്തിന് പാലുകാച്ചിന് വേണം ഞങ്ങൾക്ക് വരാൻ. 1 വർഷം കൊണ്ട് വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ആ വീട്ടിൽ കയറി താമസത്തിൻ്റെ പാലുകാച്ചിന് മാത്രമേ ഞങ്ങൾ ഇങ്ങോട്ട് വരികയുള്ളൂ. അതല്ലേ അപ്പച്ചാൻ നല്ലത്. അപ്പച്ചൻ്റെ ആഗ്രഹം പോലെ അപ്പച്ചൻ്റെ ഇഷ്ടത്തിനാണ് വീട് വെക്കേണ്ടത്, എൻ്റെ ഇഷ്ടത്തിനല്ല. അങ്ങനെയൊക്കെയും പറഞ്ഞ് അപ്പച്ചനെ സന്തോഷിപ്പിച്ചു. എല്ലാവർക്കും വളരെ സന്തോഷമായി. ആ വീരങ്ങളൊക്കെ പറഞ്ഞ് തോമസ് കുട്ടിയും മോളമ്മയും ആ പ്രാവശ്യവും മക്കളെയും കൂട്ടി വീണ്ടും ഗൾഫിലേക്ക് പോയി. മക്കൾ ഗൾഫിലാണ്, കുഞ്ഞുങ്ങളാണ്, പഠിക്കാൻ ആരംഭിച്ചതേ ഉള്ളൂ അവിടെ. അപ്പം
ഇനിയും വീട് പണിയാനുള്ള കാര്യങ്ങളൊക്കെയും അവിടെ ചെന്നതിന് ശേഷം ആ പണമൊക്കെ ഉണ്ട് അപ്പച്ചൻ പ്രയാസപ്പെടേണ്ട, അപ്പച്ചൻ ഇഷ്ടത്തിന് വീട് വെച്ചു എന്നൊക്കെ പറഞ്ഞു അവർ ഗൾഫിൽ പോയി. ഇവിടെ ദേവസ്യ നല്ലൊരു കോൺട്രാക്ടറെ കണ്ടു, വീടിൻ്റെ പ്ലാനുകളൊക്കെ അവർ കൊടുത്തു. ആ പ്ലാന് മോൻ അയച്ചു കൊടുത്തു. മോനെ കണ്ടു പറഞ്ഞു, ഇത് അപ്പച്ചൻ്റെ ഇഷ്ടത്തിനുള്ള വീട് വെച്ച്, എൻ്റെ പ്ലാനല്ല, അപ്പച്ചൻ ആഗ്രഹിച്ചതാണ്. അപ്പച്ചൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കാതിരിക്കല്ല, അത് നടക്കണം. അതുകൊണ്ട് അപ്പച്ചൻ ആ പ്ലാൻ പ്രകാരം തന്നെ പണി ആരംഭിച്ചു എന്ന് മോൻ അവിടുന്ന് ഇങ്ങോട്ട് തോമസ് കുട്ടി പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് കോൺട്രാക്ടറോട് പണി ആരംഭിക്കാമെന്ന് പണി ആരംഭിച്ചു. ഏതാണ്ട് 8 മാസം കൊണ്ട് നല്ല സൂപ്പർ ഒരു വീട്, നല്ലൊരു വീട്, 2 നിലയാണ്. എല്ലാം പണിത്, എല്ലാം ക്രമീകരിച്ചു, എല്ലാം പൂർത്തീകരണമായി. അപ്പോൾ നാട്ടിലുള്ളവരൊക്കെ പറയും, ദേവസ്യ ചേട്ടന് ദീനാമച്ചിക്കും ഭാഗ്യമുള്ളവരാണ്, മകൻ അവരുടെ അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നത്, അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനെതിരായിട്ടുള്ള മകനൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരൊക്കെയും ഈ ദേവസ്യ കുട്ടിയെയും ദീനാമച്ചയെടുത്തെയും അവരൊക്കെ നല്ല കാര്യം അവർ പുകഴ്ത്തി സംസാരിക്കുകയാണ്. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടതാണല്ലോ, അപ്പോൾ അതിനൊരു ഫലമുണ്ടായല്ലോ, ദൈവം അതിന് ഫലം അവർക്ക് കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ സന്തോഷം അവരൊക്കെയും പങ്കിടുന്നു. അപ്പോഴവർക്ക് അവർ പറഞ്ഞു, ഞങ്ങളെ ഇപ്പം വീട് പണിത് കയറി താമസമായെന്ന് പറഞ്ഞാലും, മോൻ വന്ന് കയറി താമസമായെന്ന് പറഞ്ഞാലും ഞങ്ങളിപ്പോൾ അങ്ങോട്ട് താമസിക്കാൻ പോകുന്നില്ല, അവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഒന്നിച്ച് ഞങ്ങളവിടെ താമസിക്കുള്ളൂ, അതുവരെ ഞാൻ എൻ്റെ ആ പഴയ വീട്ടിൽ മാത്രമേ താമസിക്കുകയുള്ളെന്ന് ദേവസ്യ ചേട്ടനും ദേവസ്യ കുട്ടിയും ദീനാമച്ചേട്ടത്തിയും പറഞ്ഞു. അപ്പോൾ മോൻ പറഞ്ഞു, അപ്പോൾ അടുത്ത മാസം ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾ മക്കളും ഞങ്ങൾ വരികയാണ്, വന്നു കഴിഞ്ഞ് നമുക്ക് വീടിൻ്റെ കയറി താമസം അതിനുള്ള കാര്യങ്ങളൊക്കെ അപ്പച്ചൻ ക്രമീകരിച്ചു. ഞങ്ങൾ അവിടെ വന്ന് കഴിഞ്ഞ് അതിൻ്റെ വീടിൻ്റെ പേര് കയറി താമസം പാല് കാച്ചും കഴിഞ്ഞിട്ട് പിന്നെ അപ്പച്ചനും അമ്മച്ചിയും ആ വീട്ടിൽ താമസിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ എന്തെങ്കിലും ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് ഞങ്ങളെ മോളമ്മയും ഞാനും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നമുക്കൊന്നിച്ച് താമസിക്കാം, അതുവരെ അപ്പച്ചനും അമ്മച്ചി അവിടെ താമസിക്കണം. മോൻ്റെ ആഗ്രഹം ശരി, അപ്പച്ചൻ പറഞ്ഞു, ശരി നിൻ്റെ ഇഷ്ടം അങ്ങനെ ആട്ടെ, അടുത്ത മാസം നിങ്ങൾ വരുമ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമീകരിക്കാം എന്ന് പറഞ്ഞ് കയറി താമസമുള്ളതായ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കി. അവർ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ദേവസ്യാക്കുട്ടി പറഞ്ഞു, നാളെ എൻ്റെ മകൻ വരുന്നുണ്ട്, അപ്പം വീടിൻ്റെ ക്രമീകരണമൊക്കെ ചെയ്ത് നാളെ പാല് അവൻ വന്ന് ഇന്ന് വരും, നാളെ വരും, നാളെ മറ്റന്നാൾ പാല് കാച്ചാണ്. അപ്പം പള്ളിയിലെ അച്ഛനോട് പറഞ്ഞു, വേണ്ടപ്പെട്ടവരെല്ലാം ക്ഷണിച്ചു, എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമീകരണമായി. മക്കളുടെ വരവും കാത്തിരുന്ന ആ അപ്പനെയും അമ്മയും ആ നാട്ടുകാരെയും സങ്കടത്തിലായ ഒരു വാർത്തയാണ് പിന്നീട് ഉണ്ടായത്. അവർ എയർടോമിൽ വന്ന് അവർ വാഹനത്തിൽ വീട്ടിലേക്ക് വരുന്ന വഴി ആ വാഹനം വേറൊരു ടിപ്പറുമായി ഓടിച്ച് ആ വാഹനത്തിലുണ്ടായിരുന്നവരെല്ലാം മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കേട്ടത്.